അവരുടെ പിന്നാലെ കൂടാനും ഒരു സംവിധാനം ഇവർക്കിടയിൽ തന്നെയുണ്ട്. കാരണം വിമർശനങ്ങളെ എപ്പോഴും അസഹിഷ്ണുതയോടുകൂടി മാത്രം നോക്കിക്കാണുന്ന രാജാവാണല്ലോ നമ്മുടെ നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് ലോക്സഭയിൽ തോറ്റു, നിയമസഭയിൽ ജയിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതിനെന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ചോദിക്കരുത്. അതിനുള്ള സാധ്യത ഈ പാർട്ടിക്കകത്ത് തന്നെ ഇത്തരം ചർച്ചകൾ പുറം ലോകത്ത് എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ടകൾ നടക്കുന്നുണ്ട്. ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാടും അത്തരം ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകണം എന്നതാണ്. പാർട്ടി ചർച്ചകള് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടെത്താനുള്ള സംവിധാനവും ഇവരുണ്ടാക്കുന്നുണ്ട് അത്രേ. കാരണം പാർട്ടിക്കാരെ അറിയാലോ, പാലം വലിക്കും. അവരിതിനകത്ത് നടക്കുന്ന ചർച്ചകളെയൊക്കെ വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു. അത് മാധ്യമങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു. ജനങ്ങൾ ബോധവാന്മാരാകുന്നു. അവരാർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ആര് ഞങ്ങളെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നു. അതൊക്കെ ഇവർക്ക് വലിയ വിനയായിട്ട് വന്നിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ശക്തമാണ്. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും എതിരെയുള്ള വികാരമാണ് എന്ന് ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി പലപ്പോഴും മൗനം പാലിച്ചു എന്നതായിരുന്നു അവരുടെ വിമർശനം. മാസപ്പടി ഒക്കെ ഉണ്ടല്ലോ, കരിമണൽ കമ്പനിക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ മകൾക്ക് കൈക്കൂലിയും വാപ്പ പണിയും ചെയ്തോളൂ. എന്തായിരുന്നാലും മകളെ സംബന്ധിക്കുന്ന പല വിഷയങ്ങൾക്കും മറുപടി പറയേണ്ടിടത്ത് വാചാലനായി സംസാരിക്കേണ്ടുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ മൗനം അവലംബിച്ചതും തിരിച്ചടിയായി എന്ന് തന്നെയാണ്. അതിന് പാർട്ടി നൽകുന്ന വലിയ വിലയാണ് ഇത്തവണത്തെ തോൽവി എന്നാണ് ഇവർ പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ല എന്നും വിമർശനം ഉയർന്നുണ്ട്. മകൾക്കെതിരെ ആരോപണം ഉയർന്നു. എല്ലാ മാധ്യമങ്ങളും കൊണ്ടുപിടിച്ചത് ഏറ്റുപിടിച്ചു. തനിക്കും പാർട്ടിക്കും പങ്കില്ല എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിയെ യോഗത്തിൽ ഒരു വിഭാഗം ശക്തമായി വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി അങ്ങനെ പോലും ഒന്ന് സംസാരിക്കാൻ തയ്യാറായില്ല. കാരണം മാധ്യമങ്ങളെ കാണുമ്പോൾ ഭയന്നു. സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കാൻ അത് കാരണമായി എന്നാണ് യോഗം വിലയിരുത്തിയത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ല, മൈക്കിനെ വരെ തെറി പറയുന്ന ഒരു രീതിയിലേക്ക് അധപ്പതിച്ചിട്ടുണ്ട്. അതിനാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ നല്ലൊരു പണി കൊടുത്തത്. അല്ല, നമുക്ക് മൈക്കൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നൊരടി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ പറ്റണ്ടേ. കടക്ക് പുറത്ത് എനക്കറിയില്ല, ഇതൊന്നും കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ മാത്രമായിട്ട് ഇദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ചില പദപ്രയോഗങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ വിമർശിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ ക്യൂറിലോസിന്റെ അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു വിമർശനം നമ്മൾ കണ്ടതാണ്. അത് അതിരുവിട്ട വാക്കുകളായിരുന്നു എന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത്. 30 പേരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. 5 പേര് അഭിപ്രായം എഴുതി നൽകി. ഇത് മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവാണ്. ഈ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണണമെന്നും ബിഷപ്പിനെതിരായ പരാമർശം പാർട്ടി തന്നെ ചർച്ചയാക്കുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് എന്നുമാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത്. കണ്ണൂരിലെ വിമർശനങ്ങൾ മറ്റ് ജില്ലകളില് പല രൂപത്തിലും പടർന്നു പിടിക്കുന്നുണ്ട്. CPM-ൽ പിണറായി പിടിമുറുക്കിയ ശേഷം ആദ്യമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ് വസ്തുത. പാർട്ടിക്കകത്ത് തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുകയും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇതിനകത്ത് തന്നെ വളർന്നു വരുന്നു. കാരണം അവരും ജനാധിപത്യത്തിന്റെ മാധുര്യം മനസ്സിലാക്കി. നമ്മള് പാർട്ടി നേതൃത്വം പറയുന്നത് എന്തോ അങ്ങനെ തന്നെ റാൻ മൂളേണ്ടവരല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ട്. അത് പറയേണ്ടുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ഖേദത്തിനിടയാക്കുമെന്നും അവർ മനസ്സിലാക്കി കാണും. CPM സംസ്ഥാന കമ്മിറ്റിയിലും പിണറായിക്കെതിരെ ഭയങ്കരമായ കുറ്റപ്പെടുത്തലുകളുമായിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. മൈക്കിനോട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അരിശമാണ് എന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ഉയർന്നു. കാരണം ഒന്നിനെയും സഹിഷ്ണുതയോടെ സമാധാനത്തോടെ വിവേകത്തോടുകൂടി കാണാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അണികൾ പിന്നെ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചേർന്നതല്ല എന്നാണ് പാർട്ടി തന്നെ പറയുന്നത്. ഈ പെരുമാറ്റം മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്നും അകറ്റും. തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ കമ്മിറ്റി ശക്തമായി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത്. 30,000-ഓളം ഇടതു വോട്ടുകൾ പത്തനംതിട്ടയിൽ ചോർന്നുപോയി. മുഖ്യമന്ത്രിക്ക് പാർട്ടി കത്തുകൊടുത്തിട്ട് പോലും തുടർ നടപടി ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും
പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിമർശിച്ചു. തോമസ് ഐസക്കിനെതിരെ ജില്ലാ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കൾ പ്രവർത്തിച്ചെന്നും തോൽവിയിൽ അന്വേഷണം വേണമെന്നും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുണർന്നു. തോറ്റുപോയി, ജനങ്ങൾ വോട്ട് ചെയ്തില്ല, ജനങ്ങൾ ബോധവാന്മാരായി. ഈ മുഖ്യമന്ത്രി തന്നെയാണ് നാളെയും കേരളം ഭരിക്കുന്നതെങ്കിൽ, ഇവരുടെ അണികൾ തന്നെയാണ് MP-മാരായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധമുണ്ടായി. അതിനിടയിലാണ് ശൈലജ വികാരം ചർച്ചയാക്കാൻ പാർട്ടിക്ക് പുറത്തുള്ള ആളുകളും ശ്രമിക്കുന്നത്. KK ശൈലജ ടീച്ചറെ വടകരയില് ജനം തോൽപ്പിച്ചത് മുഖ്യമന്ത്രി ആക്കാൻ തന്നെയാണ് എന്നാണ് P ജയരാജന്റെ കണ്ടെത്തൽ. അതൊരു വാപോയ കോടാലിയ, എന്തെവിടെ പറയണമെന്ന് അറിയില്ല, വിളിച്ചെന്ന് പറയും. കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ K സുരേന്ദ്രനും ഈ രൂപത്തിൽ തന്നെയായിരുന്നു പ്രതികരിച്ചത്. പിണറായി വിജയനെ മാറ്റണമെന്നാണ് CPM-ലെ നേതാക്കൾ പരസ്യമായി ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി ആകാതിരിക്കാനാണോ അതോ ഇനി ശൈലജയെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനാണോ പിണറായി ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് ജനങ്ങൾക്കിടയിൽ, അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രജകൾക്കിടയിൽ തന്നെ ചർച്ചകൾ ഉയരുന്നു. തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം CPM നേതാക്കളെ ഏതാണ്ട് ചൊടിപ്പിച്ചു എന്നാണ് സുരേന്ദ്രനും പ്രതികരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ആർക്കെതിരെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, എന്തുകൊണ്ടാണ്. ജനങ്ങൾക്ക് സത്യം മൂടിവെക്കാൻ പറ്റില്ല. എല്ലാ കാലവും ജനങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. ആ പ്രതികരിക്കാൻ ഒരു വേദി കിട്ടിയപ്പോൾ ജനങ്ങൾ കൃത്യമായി പ്രതികരിച്ചു. കാരണം സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ, എല്ലാ രാജ്യത്തും അതാത് സർക്കാരുകൾ, ഇനിയിപ്പോ രാജഭരണമാണെങ്കിൽ പോലും, അത് രാജഭരണമാണെങ്കിൽ പിന്നെ രാജാവിന് കക്കണ്ടല്ലോ, രാജ്യം മൊത്തം രാജാവിനുള്ളതാണ്. മുഖ്യമന്ത്രിയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇതിൽ വരുന്നത് വേറെ ആളായിരിക്കും. അപ്പൊ അതിനു മുമ്പ് കട്ടുമുടിക്കാവുന്നിടത്തോളം മുടിക്കുക, തലമുറകളോളം ഇരുന്ന് തിന്നാനുള്ള വക അവിടെ ഇരുന്നുണ്ടാക്കുക എന്ന ഒരു അജണ്ടയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മക്കളറിയാതെ അച്ഛനും അമ്മയും നിക്ഷേപിച്ച പണമൊക്കെ ഇനിയും സർക്കാരിന് സ്വന്തം എന്ന ലേബലിൽ മറുനാടൻ ചെയ്ത ഒരു വാർത്ത നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. സംസ്ഥാനത്തെ ട്രഷറികളിലെ നിർജീവ അക്കൗണ്ടുകളിലുള്ള തുക സർക്കാരിലേക്ക് വക മാറ്റി സാമ്പത്തിക പ്രതിസന്ധിയിൽ തൽക്കാലം ആശ്വാസം കണ്ടെത്താൻ പിണറായി സർക്കാരിന്റെ ശ്രമം കണ്ട, അപ്പോഴും ജനങ്ങളെ ദ്രോഹിക്കുക എന്ന ഒരൊറ്റ തത്വമേ ഈ സർക്കാരിനുള്ളൂ. എങ്ങനെ സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ പോക്കറ്റിൽ കൈയിട്ടു വാരാം, അവരധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അധ്വാനത്തെ എങ്ങനെ കൊള്ളയടിക്കാമെന്ന് ശ്രമിക്കുന്ന, അങ്ങനെ റിസർച്ച് ചെയ്യുന്ന ഒരു സർക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് ട്രഷറികൾ കേന്ദ്രീകരിച്ച് നിരവധി തട്ടിപ്പുകൾ ഈ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. നിർജീവമായിട്ട് കിടക്കുന്ന ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ നമ്മുടെ രാജാവിന്റെ നോട്ടം. ചില കള്ളുകുടിയന്മാരുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ, ഇവന്മാരെല്ലാം നോക്കി 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 ഒന്നുമില്ല, വിറ്റോ പണയം വെച്ചിട്ടോ ഒക്കെ കള്ളു കുടിക്കാനെന്ന് കാണുമ്പോഴേക്ക് നമ്മളെല്ലാ സിനിമകളിലൊക്കെ കാണാറുള്ളത് പോലെ വീട്ടിലെ ചെമ്പും കിണ്ടിയും ഒക്കെ എടുത്തുകൊണ്ട് പോയി പണയം വെക്കുന്നത് പോലെ അതിലേക്കായിരിക്കും അവരുടെ നോട്ടം. ആകെ അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെ എന്റെ കാര്യം സാധിച്ചെടുക്കാം. അതിനിപ്പോ എന്ത് വില നൽകേണ്ടി വന്നാലും ശരി, മറ്റാർക്ക് എന്ത് നഷ്ടമുണ്ടായാലും ശരി, അതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. അതുപോലെ എങ്ങനെ നമ്മുടെ ഖജനാവിൽ പണം നിറയ്ക്കണം. കാരണം ഖജനാവിൽ പണമില്ലാതെ 40-50 വണ്ടികളുടെ അകമ്പടിയോടെ നമ്മുടെ രാജാവിന് സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ആരുടെയെങ്കിലും ശമ്പളം ഇതുവരെ എപ്പോഴെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കള്ളുകുടിയന്റെ കണ്ണിൽ കിണ്ടിപ്പെടുന്നത് പോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കണ്ണിൽപ്പെട്ട നിർജീവമായി കിടക്കുന്ന ട്രഷറിയിലെ അക്കൗണ്ടുകൾ. ഇതിന്റെ പേരിലാണിപ്പോ നിർജീവമായ അക്കൗണ്ടുകൾ സർക്കാരിൻ്റെതാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3000 കോടി രൂപ ആർക്കും വേണ്ടാത്തതായി ഖജനാവിൽ കിടപ്പുണ്ട്. ഇതിന്റെ അവകാശികൾ എത്താത്ത മരിച്ച ആളുകളുടെ നിക്ഷേപങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ചില ട്രഷറികളില് ജീവനക്കാരെ തട്ടിപ്പ് നടത്താൻ തുടങ്ങിയതോടുകൂടിയാണ് സർക്കാർ പുതിയ രൂപത്തിലേക്ക് ചർച്ച തുടങ്ങിയത്. ഈ പണം റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 3 വർഷമോ അതിലേറെയോ തുടർച്ചയായി ഇടപാടുകൾ നടക്കാത്ത 3 ലക്ഷത്തോളം അക്കൗണ്ടുകളാണ് മരവിപ്പിച്ച് പണം സർക്കാരിന് എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം അക്കൗണ്ടുകളെ നിർജീവമാണ് എന്ന് കണക്കാക്കി പണം സർക്കാർ അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ നിയമവകുപ്പ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കടമെടുത്താണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
ഈ സാമ്പത്തിക വർഷം ഇതുവരെ 8,000 കോടി കടമെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും കേരളം പല ആളുകളും ഭരിച്ചിട്ടില്ലേ? പല പാർട്ടിക്കാരും ഭരിച്ചിട്ടില്ലേ? ഇടതിനും വലതും മാറി മാറി ഭരിച്ചല്ലോ. മറ്റാരെങ്കിലും ഈ രൂപത്തിൽ കട്ടുമുടിച്ചിരുന്നോ? ഈ രൂപത്തിൽ ജനങ്ങളെ പിച്ചിക്കീറി വെയിലത്ത് വെച്ച് ഉണക്കി ഊറ്റി അവരുടെ ചാറുനീരും എടുത്തിരുന്നോ? അതുകൊണ്ട് ട്രഷറിയിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന 3,000 കോടി കിട്ടിയാൽ അത് പിണറായി സർക്കാരിന് വലിയ ആശ്വാസമാകും. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത കിണ്ടിയെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. 3 മാസത്തെ ക്ഷേമ പെൻഷൻ ഇത് കൊണ്ടു കൊടുക്കാം. ഈ സാഹചര്യത്തിലാണ് നിർജീവ അക്കൗണ്ടുകൾ സർക്കാരിൻ്റെതാക്കി മാറ്റുന്ന ഒരു നിയമവുമായി മുന്നോട്ട് പോകുന്നത്. കഴക്കൂട്ടം സബ് ട്രഷറിയിൽ പെൻഷൻകാരിയുടെയും അവരുടെ പരേതരായ ആളുകളുടെയും അക്കൗണ്ടുകളിൽ നിന്ന് അനധികൃതമായി 15.6 ലക്ഷം രൂപ പിൻവലിച്ചതിന് 6